ഹലോ. അപ്പം ഞാനിന്ന് നേരം വൈകിട്ടാട്ടോ എഴുന്നേറ്റത്. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ചതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കി നേരെ അടുക്കള കയറി ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ. ഏട്ടന് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം. അപ്പം അപ്പോഴത്തേക്കും ചായയും കഴിക്കാനുള്ളതൊക്കെ ആവണം. അപ്പം ഞാൻ വേഗം ചായ വെച്ചു. പിന്നെ നേരെ ഞാൻ പോയി ചുക്കുവെള്ളത്തിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചു കേട്ടോ. ഞാൻ ചുക്കുവെള്ളം ചോറ് അതൊക്കെ വിറകടുപ്പിലാണ് വെക്കുക. വിറകൊന്നും നമുക്കധികം ഇല്ല, പക്ഷെ നമ്മുടെ ഗ്യാസ് കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ വിറകടുപ്പിൽ വെക്കുള്ളൂ കേട്ടോ. ഇതേ മനു വന്നിട്ട് ചുക്കുവെള്ളം കുടിക്കുന്നുണ്ട്. അവൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഗ്ലാസ് ചൂടുള്ള ചുക്കുവെള്ളം നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാനത് എഴുന്നേറ്റ് പക്ഷെ അത് ഉണ്ടാക്കിയിട്ട് ചൂടാറാൻ ഒഴിച്ചു വെക്കും അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് സൂചി ഗോതമ്പ് ഉപ്മാവാണ് കേട്ടോ. അതിവിടെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് നേരം വൈകിയത് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഏട്ടൻ നന്നായി കഴിക്കും. അപ്പം ഞാനത് കടുകൊക്കെ പൊട്ടിച്ച് ഉലുവയും ഉള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ഞാൻ സൂചി ഗോതമ്പ് ഇട്ടിട്ട് പെട്ടെന്ന് ഉപ്മാവാക്കി. അതാകുമ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ റെഡിയാവും. അപ്പോൾ നമുക്ക് അടുത്ത പണികൾ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഏട്ടൻ വരുമെന്ന് പറഞ്ഞു, കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കറി വെക്കാനായിട്ട് ഇന്നലെ രാത്രി ഏട്ടൻ മീൻ കൊണ്ടുവന്നൊക്കെ ഞാൻ നന്നാക്കി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തിയായിരുന്നു. അപ്പോൾ കഴുകി വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെടുത്ത് കറി വെച്ചാൽ മതിയല്ലോ. ഇത് നമ്മൾ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നാലെ ചുക്കുവെള്ളം റെഡിയായി. ഞാനതൊക്കെ അടുപ്പിൽ നിന്ന് അകത്ത് കൊടുന്ന് വെച്ച് ചൂടാടെ ഒഴിച്ചു വെച്ചിട്ടോ. പാത്രങ്ങളിലേക്കൊക്കെ ഞാൻ പകർത്തി വെക്കും, ഇല്ലെങ്കിൽ കുട്ടികൾ വന്ന് കൈയിട്ടിട്ട് പ്രശ്നമാവണ്ടല്ലോ. അവർക്ക് എപ്പോഴും ചുക്കുവെള്ളം വേണം. നമ്മളോട് ചോദിക്കാതെ അവരെടുത്ത് എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം ഞാനൊക്കെ പകർത്തി വെച്ച് ചൂടാറാൻ. പിന്നെ ഇന്നലെ ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിരുന്നു കേട്ടോ. നാട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊരു പിടി എടുത്തു കേട്ടോ. എടുത്തപ്പോൾ ഏട്ടനും കഴിക്കാതിരിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടനും കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ബ്രെയിൻ ഷേപ്പിലുള്ള ഈ വാൾനട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമായൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല, ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കേട്ടോ. അതാണ് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ. പിന്നെ ഞാൻ നേരെ പോയി ഫ്രിഡ്ജിൽ നിന്നിരുന്ന് മത്തിയെടുത്ത് നന്നായി കഴുകി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തുട്ടോ. കുരുമുളക് പൊടി എന്നും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതൊന്നും പൊടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ നന്നായി പുരട്ടി സെറ്റാക്കി വെച്ചു കേട്ടോ. അതൊരു 10 മിനിറ്റെങ്കിലും വെക്കണം, എന്നിട്ട് എനിക്ക് കറി വെക്കണം എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ സെറ്റാകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. പിന്നെ ഇത് അടുപ്പത്ത് ചട്ടി വെച്ച് മീൻ കറിയുടെ പണി തുടങ്ങിയിട്ടാ. അത് അവർ വരുമ്പോഴേക്കും വറുത്തതും കൂട്ടാനൊക്കെ സെറ്റാവണം. അപ്പം ഞാൻ വെറുതെ ആദ്യം മത്തിപ്പുളി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴതാ നാളികേരം ചിരകിയത് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത്, ബാക്കിയുള്ളത് ഇന്നലത്തെ. അപ്പം അത് അരച്ചൊരു നാളികേരം അരച്ചിട്ടുള്ളൊരു മത്തിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ നാളികേരം വറുത്തരച്ചു. നല്ലൊരു മത്തിക്കറി സെറ്റായി. ഇതിനിടയിൽ എൻ്റെ തുടക്കലും അടിക്കലും മെഷീനിൽ തുണികൾ കൊണ്ടുപോയി എടുത്തിടലൊക്കെ കഴിഞ്ഞുട്ടാ. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കൊപ്പത്ത് പോകാനുണ്ട്. അപ്പം അത് കാരണം ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പണിയും തീർക്കണം. അപ്പം ഞാൻ അടുക്കള മാത്രം തുടച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ അടക്കി പെറുക്കി വെച്ചാലും എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും പഴയ കോലം തന്നെ ആവി. ഇത് ഞാൻ മീൻകറിയിലേക്ക് എടുത്ത പുളിയായിരുന്നു, അത് കുറച്ച് അധികമായി. അപ്പം നേരെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഇത് മീൻചട്ടിയൊക്കെ ഇറക്കി വെച്ചു, പക്ഷെ അതിരുന്ന് തിളയ്ക്കണുണ്ട് കേട്ടോ. നമ്മൾ ഇറക്കി വെച്ചാലും മൺചട്ടി ഇരുന്ന് തിളക്കി. പിന്നെ നേരെ മീൻ വറുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്